ഓം ശ്രീ ഗുരുഭ്യോ നമ. ജ്യോതികമാ ചാനലിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് 2025 ഒക്ടോബർ 3 ഉച്ചരാശി നിൽക്കുന്ന ബുധൻ ഉച്ചരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ പ്രത്യേക പ്രഭാവങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ 2025 ഒക്ടോബറിൽ ആദ്യമായിട്ട് ചന്ദ്രനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ രാശി മാറുന്നത് ബുധഗ്രഹമാണ്. ബുധൻ ഇപ്പോൾ ഉച്ച ക്ഷേത്രത്തിൽ നിൽക്കുകയാണ്. കന്നിരാശിയിൽ ഉച്ച ക്ഷേത്രത്തിലാണ് ബുധൻ നിൽക്കുന്നത്. ആ ഉച്ച ക്ഷേത്രത്തിൽ നിന്നും ഒക്ടോബർ 3 കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് ബുധൻ രാശി മാറുന്നു. ഇപ്പം തുലാം രാശിയിൽ ഇപ്പോൾ ചൊവ്വ നിൽക്കുന്ന സമയമാണ്. ഒക്ടോബർ 23 വരെ ആ ബുധൻ തുലാരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ തുലാം രാശി എന്ന് പറയുന്നത് ശുക്രൻ്റെ രാശിയാണ്. ഇപ്പോൾ ബുധനെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ മിത്രഗ്രഹമാണ്. പ്രത്യേകിച്ച് ബുധൻ കമ്മ്യൂണിക്കേഷൻ്റെ ഗ്രഹമാണ്, നയതന്ത്രത്തിൻ്റെയൊക്കെ ഗ്രഹമാണ്, ബുദ്ധിശക്തിയുടെ ഗ്രഹമാണ്, വിദ്യാകാരകനാണ്, ബിസിനസ്സിൻ്റെ കാരകനാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ബുധൻ ശുക്രൻ്റെ രാശിയിൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലും അതുപോലെ നമ്മുടെ നെഗോഷിയേഷൻ തലത്തിലും പാർട്ട്ണർഷിപ്പ് തലത്തിലും നയതന്ത്ര തലത്തിലുമൊക്കെ തന്നെ വളരെ ശോഭിക്കാൻ കഴിയുന്ന സമയമായിരിക്കും. അവർക്ക് ലഭ്യമാകുന്ന അവസരങ്ങൾ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും. മറ്റുള്ളവരുടെ വീക്ഷണങ്ങൾ വിലയിരുത്തുന്നതിനും അതുപോലെ സ്വന്തം വീക്ഷണങ്ങളെമായിട്ട് സമരസത്തപ്പെടുത്തി അത് വിലയിരുത്തുന്നതിനൊക്കെ കഴിയുന്ന സമയമാണ്. ഇപ്പം തുലാം രാശി എന്ന് പറയുന്നത് ഒരു ന്യായബോധത്തിൻ്റെയൊക്കെ രാശിയാണ്. സന്തുലിതമായിട്ടുള്ള ഒരു രാശി എന്ന് പറയാം. അപ്പോൾ അവിടെയാണ് ഈ ബുധൻ വരിക എന്ന് പറയുമ്പോൾ എന്ത് വെല്ലുവിളികൾ വന്നാലും അത് യുക്തിസഹമായിട്ടും ബുദ്ധി ഉപയോഗിച്ച് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ആ ബുധൻ തുലാം രാശിയിൽ വരിക വഴി. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ബുധൻ്റെ രാശിമാറ്റം ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് സ്വാധീനം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ വീഡിയോയിൽ മേടം, ഇടവം, മിഥുനം, കർക്കിടക കൂറുകാർക്കും ലഗ്നക്കാർക്കും ഈ ബുധൻ്റെ തുലാം രാശിയിലേക്കുള്ള രാശിമാറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാകും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് മേടക്കൂറുകാർക്ക്, അതുപോലെ മേടലഗ്നക്കാർക്ക്. ഇപ്പോൾ മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും, മേടക്കൂറുകാർ എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവരാണ്. മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും ബുധൻ 3ാം ഭാവാധിപനുമാണ്, 6ാം ഭാവാധിപനുമാണ്. അപ്പോൾ അങ്ങനെ 3ഉം 6ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ അവരുടെ 7ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. 7ൽ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ആ 7ാം ഭാവരാശിയിൽ ഒക്ടോബർ 3 ബുധൻ വന്നാൽ ഒക്ടോബർ 23 വരെ ആ ബുധൻ 7ാം ഭാവരാശിയിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് 3ാം ഭാവാധിപനായിട്ടുള്ള ബുധനാണ് 7ലേക്ക് വരുന്നത്. 3ാം ഭാവത്തിൻ്റെ 5ാം ഭാവം എന്ന് വേണമെങ്കിൽ പറയാം. 3ാം ഭാവത്തിൻ്റെ 5ാം ഭാവത്തിലേക്കാണ് ആ വേഴം, ആ ഗുരു, ആ 3ാം ഭാവത്തിൻ്റെ 5ാം ഭാവത്തിലേക്കാണ് ആ ബുധൻ്റെ രാശിമാറ്റം എന്ന് പറയുന്നത്. ഇപ്പം 3ാം ഭാവം കമ്മ്യൂണിക്കേഷൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ്, മാർക്കറ്റിങ്ങിൻ്റെ സ്ഥാനമാണ്, അഡ്വർടൈസിങ്ങിൻ്റെയൊക്കെ സ്ഥാനമാണ്, മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക്. അപ്പോൾ അവയുടെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ 3ാം ഭാവം. ആ 3ാം ഭാവാധിപൻ ആ ഭാവത്തിൻ്റെ, അതായത് 7ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ആ ഭാവത്തിൻ്റെ ത്രികോണ സ്ഥാനത്തേക്കാണ് ആ ബുധൻ രാശി മാറുന്നത്. അപ്പോൾ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ അവർക്ക് നേട്ടങ്ങളുണ്ടാകും. ഇപ്പോൾ സഹോദരങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലൊക്കെ ഒരു നല്ല ഒരു കമ്മ്യൂണിക്കേഷനായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കൊണ്ട് അവരുടെ റിലേഷൻഷിപ്പൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അതുപോലെ ഈ സഹോദരങ്ങൾക്കൊക്കെ വിദേശ വാസത്തിനൊക്കെ സാധ്യത കാണുന്ന സമയമാണ്. വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക്, ബിസിനസ്സുകാർക്ക്, ഡിജിറ്റൽ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഈ 3ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ 5ൽ വരുന്നത് വളരെ ഗുണം ചെയ്യും. പൊതുവെ അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന സമയമായിരിക്കും എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഈ ബുധൻ
ആറാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 7 വരിക എന്ന് പറയുമ്പോൾ ഇപ്പം ചിലർക്ക് ഈ പേരൻസിൻ്റെയൊക്കെ ബന്ധുക്കളിൽ നിന്ന്, പ്രത്യേകിച്ച് 7 ആറാം ഭാവാധിപൻ വരുമ്പോൾ പേരൻസിൻ്റെ ബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹാലോചനകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മാതൃ സഹോദരന് വിദേശവാസത്തിനോ അല്ലെങ്കിൽ വിദേശത്ത് നേട്ടങ്ങൾ കിട്ടുന്നതിനോ സാധ്യതയുണ്ട്. അതേസമയം ജീവിത പങ്കാളിയുമായിട്ടൊക്കെ നമ്മൾ തെറ്റിദ്ധാരണകൾ, ചെറിയ സംശയങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ടാകാതെ നോക്കണം. പ്രത്യേകിച്ച് ആറാം ഭാവാധിപനാണ് 7 വരുന്നത്. പക്ഷെ ബുധനായതുകൊണ്ട് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷനിലൂടെ ആ പ്രയാസങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ കഴിയും. അതുപോലെ എതിർലിംഗക്കാരുമായിട്ടുള്ള ട്രബിള് കഴിവതും ഉണ്ടാകാതെ നോക്കണം. അതേസമയം ആറാം ഭാവാധിപൻ ഭാവത്തിൻ്റെ 2ലാണ് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ വ്യവഹാരങ്ങൾ അല്ലെങ്കിൽ കേസുകൾ വഴിയൊക്കെ സാമ്പത്തിക നേട്ടം, അതുപോലെ ലോൺ വഴി നമുക്ക് ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ ലോൺ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ നമ്മൾ ഈ ഹോസ്പിറ്റൽ, ക്ലിനിക്സ് അതുപോലെ ഇത്യാദി സേവന മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അത്തരം സേവന മേഖലകളിൽ നിന്ന് അവർക്ക് നേട്ടം കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എഴുന്നേൽക്കുന്ന ആ ബുധൻ പ്രത്യേകിച്ച് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്ന സമയമാണ്. അപ്പോൾ നമുക്ക് ജീവിത പങ്കാളിയുടെ ആരോഗ്യം, അപ്പിയറൻസ് ഇവയിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന സമയമാണ്. മാത്രമല്ല ഇപ്പോൾ ബുധൻ്റെയൊക്കെ ദൃഷ്ടി 7ാം ഭാവരാശിയിൽ വരിക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ കമ്മ്യൂണിക്കേഷനൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും. അപ്പം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് യുക്തിസഹമായിട്ട് അവയ്ക്കൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്ന സമയമായിരിക്കും ആ ബുധൻ. പ്രത്യേകിച്ച് മേടക്കുറുകാർക്കും മേടലഗ്നക്കാർക്കും അവരുടെ 7ാം ഭാവരാശിയിലേക്ക് രാശി മാർഗ വഴി ഉണ്ടാകാവുന്നത്. ഇനി ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 3 പാദം, രോഹിണി, അതുപോലെ മകര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 2 പാദത്തിൽ പെടുന്നവർക്ക് ഈ ബുധൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ബുധൻ എന്ന് പറയുന്നത് അവരുടെ 2ാം ഭാവാധിപനുമാണ്, 5ാം ഭാവാധിപനുമാണ്. ആ 2ഉം 5ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ 3-ന് അവരുടെ 6ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഒക്ടോബർ 23 വരെ ആ 6ാം ഭാവരാശിയിൽ ബുധൻ ഉണ്ടാകും. മാത്രമല്ല 6ാം ഭാവരാശിയിൽ ചൊവ്വ നിൽക്കുന്ന സമയവും കൂടിയാണ്. അപ്പോൾ ആ ചൊവ്വയും ബുധനും 6-ൽ വരുന്ന സമയമാണ്. ഇപ്പം 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഈ 2ാം ഭാവത്തിൻ്റെ 5-ലേക്കാണ് വരുന്നത്. അപ്പോൾ നമുക്ക് 6-ലേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ ശത്രുക്കളിൽ നിന്നൊക്കെ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാകാം. ഇപ്പോൾ കേസുകൾ വഴിയൊക്കെ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകാം. ചിലപ്പോൾ നമുക്ക് കേസുകൾ വഴി ധനാഗമത്തിന് സാധ്യതയുണ്ട്. അതേസമയം ചിലർക്ക് ഈ 6ാം പ്രത്യേകിച്ച് ബ്ലാക്ക് മാർക്കറ്റിംഗ് പോലെയുള്ള ചതി, വഞ്ചന ഇവ വഴി ഇപ്പം നല്ല രീതിയിലല്ലാതെയുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിനും അത് വഴിതെളിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു ശ്രദ്ധ ആവശ്യമായിട്ടുള്ള സമയമാണ്. അത് വഴി എന്തെങ്കിലുമൊക്കെ ട്രബിളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക നേട്ടം ഉണ്ടാകുമെങ്കിലും അത് നേരായ മാർഗങ്ങളിലുള്ള അല്ലാതെ വരുന്നത് ചെറിയ ട്രാവൽസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തൊഴിലിടത്തൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ ഗുണമുണ്ടാകും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. 6-ൽ ആ ബുധൻ്റെയൊക്കെ സ്ഥിതി വരുമ്പോൾ നമുക്ക് ഈ തൊഴിലിടത്തൊക്കെ നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സംസാരിച്ച് അതിനൊക്കെ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയും. അതുപോലെ 2ാം ഭാവത്തിൻ്റെ 5-ലാണ് 2ാം ഭാവാധിപൻ നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ ഇത് സ്പെക്കുലേഷൻ തലത്തിൽ നമുക്ക് എന്തെങ്കിലും നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ നമ്മുടെ സന്താനങ്ങൾക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നതിനും ആ 2ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ആ ഭാവത്തിൻ്റെ 5-ൽ വരിക വഴിതെളിക്കും എന്ന് തന്നെ പറയാം. ബുധൻ 5ാം ഭാവാധിപനും കൂടിയാണ്. 5ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 6-ൽ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊഫഷണൽ തലത്തിൽ, അതായത് ഇപ്പോൾ വർക്ക് തലത്തിലൊക്കെ അവസരങ്ങളുണ്ടാകും. അതുപോലെ നമുക്ക് മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിൽ അവരുടെ കഴിവ് തെളിയിക്കാനാകും. അതുപോലെ നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഡിബേറ്റിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അതിലൊക്കെ ശോഭിക്കാൻ കഴിയും. ഇപ്പോൾ ലായേഴ്സ്, ജേർണലിസ്റ്റ്, അതുപോലെ ആർബിട്രേറ്റേഴ്സ് ഇവർക്കൊക്കെ പൊതുവെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. വിദ്യാഭ്യാസ വായ്പകൾക്കൊക്കെ അപേക്ഷിച്ചവർക്ക് അവ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട്. ഇപ്പോൾ 5ാം ഭാവാധിപൻ അതിൻ്റെ 2-ലായതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ടാലൻറ്റ്, അതുപോലെ സ്കില്ല്, അതുപോലെ ക്രിയേറ്റിവിറ്റി തലത്തിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകും. അതുപോലെ സ്പെക്കുലേഷൻ, ഗസ് വർക്ക് ഇവ വഴിയൊക്കെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാധ്യത കാണുന്നുണ്ട്. തൊഴിലിടത്ത് ഉത്തരവാദിത്വമൊക്കെ കൂടും. അതുപോലെ 6 നിൽക്കുന്ന ബുധൻ അതിൻ്റെ 12-ലൊക്കെ ദൃഷ്ടി ചെയ്യുമ്പോൾ
പ്രത്യേകിച്ച് വിദേശത്തൊക്കെ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അത് ബന്ധുക്കളിൽ നിന്നൊക്കെ സഹായമൊക്കെ പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. സന്താനങ്ങളുമായിട്ടൊക്കെ ഉള്ള അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകാതെ നോക്കണം. ഇപ്പോൾ സന്താനങ്ങളുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം. അതുപോലെ സന്താനങ്ങൾക്കായിട്ട് കാത്തിരിക്കുന്നവർക്ക് അവരുടെ ആരോഗ്യ കാര്യത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ട സമയമാണ്. പ്രണയ പങ്കാളിയുമായിട്ട് തർക്കമുണ്ടാകാതെ നോക്കണം. 5th ലോർഡ് 6ൽ വരുന്ന സമയം ആയതുകൊണ്ട്. ഇനി മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ബുധൻ ഈ തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ മിഥുനക്കുറുകാരെന്ന് പറയുമ്പോൾ മകയിര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 2 പാദം, തിരുവാതിര, പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 3 പാദത്തിൽ പെടുന്നവരാണ്. ഇപ്പോൾ മിഥുനക്കുറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും ജന്മരാശാധിപൻ ആണ് ഈ ബുധൻ എന്ന് പറയുന്നത്. അതുപോലെ ബുധൻ 4ാം ഭാവാധിപനും കൂടിയാണ്. ഇപ്പോൾ 1ഉം 4ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ 5ാം ഭാവരാശിയിലേക്കാണ് ഒക്ടോബർ 3-ന് രാശി മാറുന്നത്. ഒക്ടോബർ 23 വരെ ആ ബുധൻ 5ാം ഭാവരാശിയിൽ ഉണ്ടാകും. ഇപ്പോൾ 5-ലൊക്കെ ഇപ്പോൾ ചൊവ്വ സ്ഥിതി ചെയ്യുന്ന സമയം കൂടെയാണ്. അപ്പോൾ ഈ ബുധൻ തുലാം രാശിയിലേക്ക് രാശി മാറുക എന്ന് പറയുമ്പോൾ പൊതുവെ വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ട്. കാരണം ജന്മരാശാധിപൻ 5ലേക്ക് രാശി മാറുകയാണ്. പൊതുവെ അവരുടെ ടാലൻ്റൊക്കെ മെച്ചപ്പെടുന്ന സമയമാണ്. അവരുടെ മെമ്മറി പവറൊക്കെ കൂടുന്ന സമയമാണ്. അതുപോലെ ക്രിയേറ്റീവ് വർക്കിലൊക്കെ ശോഭിക്കുന്ന സമയമായിരിക്കും. പുതിയ ആശയങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യും. ഇപ്പോൾ അവരുടെ ആശയങ്ങൾക്കൊക്കെ ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. പഠിതാക്കൾക്കും വളരെ അനുകൂല സമയമാണ്. വർക്കേഴ്സിന് അനുകൂല സമയമാണ്. ഇപ്പോൾ അധ്യാപക മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക്, സ്പെക്കുലേറ്റീവ് ബിസിനസ്സിലൊക്കെ ഇടപെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, സ്പോർട്സിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവർക്ക് ഈ ബുധൻ്റെ രാശിമാറ്റം വളരെ ഗുണാനുഭവം ഉണ്ടാകും. അതുപോലെ തന്നെ 5ലേക്ക് ജന്മരാശാധിപൻ വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഈശ്വരചിന്ത കൂടും, ഉപാസനാദി കാര്യങ്ങളിലൊക്കെ താല്പര്യം കൂടും, മന്ത്രജപം ഇവയിലൊക്കെ ഫോക്കസ് കൂടാവുന്ന സമയമാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസത്തിലൊക്കെ തിളങ്ങുന്ന സമയമായിരിക്കും. കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ ഗുണാനുഭവം ഉണ്ടാകുന്ന സമയമായിരിക്കും. അതുപോലെ നമുക്ക് ഏതെങ്കിലും കോഴ്സിലൊക്കെ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് അത്തരം മേഖലകളിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നതിനും സാധ്യതയുണ്ട്. ബുധൻ 4ാം ഭാവാധിപനും കൂടിയാണ്. അപ്പോൾ ഈ 4ാം ഭാവാധിപൻ അതിൻ്റെ 2ലാണ് വരുന്നത്. 4ാം ഭാവാധിപൻ 5ൽ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ 2ലാണ്. ഇപ്പം മാതൃ ബന്ധുക്കൾ വഴി അല്ലെങ്കിൽ ബന്ധുക്കൾ വഴിയൊക്കെ നമുക്ക് സാമ്പത്തിക നേട്ടത്തിന് സാധ്യതയുണ്ട്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റുകാർക്കൊക്കെ ധനനേട്ടത്തിന് സാധ്യതയുണ്ട്. അതുപോലെ നമുക്ക് ഇപ്പോൾ ഈ വാഹനം ഡീൽ ചെയ്യുന്നവർ, കർഷകർ, അവർക്കൊക്കെ അവരുടെ ഏരിയകളിൽ നിന്നൊക്കെ അവർക്ക് ബെനിഫിറ്റ് കിട്ടാവുന്ന സമയമായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ പ്രണയബന്ധത്തിനൊക്കെ സാധ്യതയുണ്ട്. കവിതാക്കൾക്കൊക്കെ സന്തോഷാനുഭവം ഉണ്ടാകും. പ്രണയ പങ്കാളി വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം ഉണ്ടാകുന്ന സമയം എന്ന് പറയാം. പുത്തൻ കാര്യങ്ങൾ പഠിക്കുന്നതിനും അവ അപ്ലൈ ചെയ്യുന്നതിനുമൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പൊതുവെ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ ഒക്കെ തുടങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയം എന്ന് പറയാം. അതുപോലെ 5 നിൽക്കുന്ന ബുധൻ അതിൻ്റെ 7ാം ഭാവം എന്ന് പറയുന്നത് 11ാം ഭാവരാശിയാണ്. ആ 11ൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിസിനസ് വഴി, പ്രത്യേകിച്ച് ബിസിനസ് കാരകനും കൂടിയാണ് ബുധൻ. അപ്പം ബിസിനസ് വഴി നേട്ടങ്ങളുണ്ടാകും. ജീവിത പങ്കാളി വഴിയോ പാർട്ട്ണർഷിപ്പ് വഴിയോ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ സമയത്ത് സാധിക്കും. പൊതുവെ സാമൂഹ്യ ബന്ധങ്ങൾ വഴി, സൗഹൃദങ്ങൾ വഴിയൊക്കെ നമുക്ക് ഗുണാനുഭവം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. ഇനി കർക്കിടകക്കുറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും ഈ ബുധൻ കന്നിരാശിയിൽ നിന്നും തുലാം രാശിയിലേക്ക് രാശി മാറുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം. കർക്കിടകക്കുറുകാരെന്ന് പറയുമ്പോൾ പുണർതം നക്ഷത്രത്തിൻ്റെ അവസാന പാദം, പൂയം, ആയില്യം നക്ഷത്രക്കാരാണ്. അപ്പോൾ അവർക്ക് പൊതുവേ ഈ ബുധൻ എന്ന് പറയുന്നത് 3ഉം 12ഉം ഭാവാധിപനാണ്. 3ഉം 12ഉം ഭാവാധിപനായിട്ടുള്ള ബുധൻ ഒക്ടോബർ 3-ന് അവരുടെ 4ാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത്. ഒക്ടോബർ 23 വരെ ആ ബുധൻ 4ാം ഭാവരാശിയിൽ ഉണ്ടാകും. 4ൽ ചൊവ്വയും നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ കൂറുകാർക്കും ലഗ്നക്കാർക്കും ബുധൻ്റെ രാശിമാറ്റം അത്ര അനുകൂലം എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ കർക്കിടക രാശിയുടെ അധിപനെന്ന് പറഞ്ഞ ചന്ദ്രനാണ്. ആ ചന്ദ്രൻ ബുധൻ്റെ ശത്രുഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പോൾ ഈ 12ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4 വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാനസികമായിട്ട് ഒരു സുഖക്കുറവ് അല്ലെങ്കിൽ ഒരു ഭയം, കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ചെലവ് കൂടുന്നതിനുള്ള സാധ്യത,
ഒരു മാനസിക ടെൻഷൻ അതൊക്കെ ഉണ്ടാകാവുന്ന ഒരു സ്ഥിതി കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് 12ാം ഭാവാധിപൻ സുഖസ്ഥാനത്ത് വരികയാണ്. ഇപ്പം മാതാവോ അല്ലെങ്കിൽ ബന്ധുക്കളുമായിട്ടോ ഒക്കെ തന്നെ നമ്മൾ അവരുമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ഒരു സുഖക്കുറവ്, ഇവയ്ക്കൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ നമുക്ക് നമ്മളെ വീടിൽ നിന്നൊക്കെ വീട് ചിലപ്പോൾ മാറി നിൽക്കേണ്ടുന്ന ചില സാഹചര്യങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം. അപ്പോൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു ശ്രദ്ധ വേണം. ഇപ്പം തിടുക്കത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ തീരുമാനമൊക്കെ എടുക്കുമ്പോൾ അത് മുഖാന്തരം എന്തെങ്കിലും നഷ്ടസാധ്യതകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഏത് കാര്യത്തിലായാലും ആ തീരുമാനം കഴിവതും തിടുക്കത്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ഈ 12ാം ഭാവാധിപൻ 4 വരിക എന്ന് പറയുമ്പോൾ നമ്മൾ വീടുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിനോ വീടിനോ എന്തെങ്കിലുമൊക്കെ റിപ്പയർ, എന്തെങ്കിലും അറ്റകുറ്റപ്പണികൾക്കൊക്കെ സാധ്യതയുണ്ട്. അതുവഴിയൊക്കെ പണച്ചെലവിനുമൊക്കെ സാധ്യത കാണിക്കുന്നുണ്ട്. ബുധൻ 3ാം ഭാവാധിപനും കൂടിയാണ്. ആ 3ാം ഭാവാധിപനായിട്ടുള്ള ബുധൻ 4 വരിക എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് ധൈര്യം, വീര്യം അതൊക്കെ ഒരു ഈ കോമ്പറ്റിറ്റീവ് തലത്തിലും കമ്മ്യൂണിക്കേഷൻ തലത്തിലൊക്കെ ഒരു ഗുണാനുഭവം ഉണ്ടാകും എന്ന് തന്നെ പറയാം. ഒരു തർക്ക സ്വഭാവമൊക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട്. അത് കുടുംബത്തിലൊക്കെ ഇങ്ങനെ ഒരു തർക്ക സ്വഭാവമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടുമൊക്കെ അത് ഒരു കുടുംബ സമാധാനക്കുറവിനൊക്കെ അത് വഴിതെളിക്കും. അല്പം സംയമനം പ്രത്യേകിച്ച് ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് ഉണ്ടാകണം എന്നാണ് നമ്മൾ. അതുപോലെ തന്നെ ഈ 12ാം ഭാവാധിപൻ 12ന്റെ 5 വരിക എന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ, അല്ലെങ്കിൽ ശത്രുക്കളുടെയൊക്കെ ഗൂഢാലോചനകൾ, അല്ലെങ്കിൽ വ്യാജ വാഗ്ദാനങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ, ചതി, ഇവയിൽ നമ്മൾ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഈ 3ാം ഭാവാധിപൻ അതിൻ്റെ 2 വരുന്നത് എന്ന് പറയുമ്പോൾ സഹോദരങ്ങൾക്ക് നേട്ടം കിട്ടാവുന്ന സമയമാണ്. അതുപോലെ 4 നിൽക്കുന്ന ബുധൻ ഈ അതിൻ്റെ 7ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ജീവിത പങ്കാളിക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ നേട്ടങ്ങൾ, അല്ലെങ്കിൽ തൊഴിൽ ആഗ്രഹിക്കുന്നെങ്കിൽ അത്തരത്തിലുള്ള തൊഴിൽ അവസരങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്തുണ്ടാവാം. അതുപോലെ തൊഴിലിൽ നമുക്ക് ജീവിത പങ്കാളിയുടെയൊക്കെ ഒരു സഹായം പ്രതീക്ഷിക്കാവുന്ന സമയമാണ്. പാർട്ട്ണർഷിപ്പ് ബിസിനസ് വഴി നേട്ടങ്ങളുണ്ടാകും. പാർട്ട്നേഴ്സിൻ്റെയൊക്കെ പ്രത്യേകിച്ച് അവരുടെയൊക്കെ ഒരു സോഷ്യൽ റിലേഷനൊക്കെ ഉയരുന്നതിന് സാധ്യതയുള്ള സമയമായിട്ടും കൂടെ കാണുന്നുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.